നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, ആഖിറത്തിൽ വിശ്വാസമുണ്ട്, സ്റ്റിൽ നിങ്ങളുടെ ഫെയ്ത്ത്, നിങ്ങളുടെ ഈമാൻ ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ടോ? ഒരുപാട് തവണ നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രോമിസ് ചെയ്തു, നാളെ മുതൽ ഞാൻ ചേഞ്ച് ആവും, ഞാൻ നന്നാവും എന്നൊക്കെ. പക്ഷെ അതൊക്കെ ഫെയിലായിപ്പോയി. ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കേട്ടിരിക്കണം. നിങ്ങൾക്ക് അനുഭവിക്കുന്ന ആ ഒരു എംപ്റ്റിനെസ് ഉണ്ടല്ലോ, ആ ഒരു എംപ്റ്റിനെസ്, ആ ഒരു ഒന്നുമില്ലാത്തൊരു തോന്നൽ, അത് നിങ്ങളുടെ ക്രിയേറ്റർ, നിങ്ങൾ അള്ളാഹുവിനെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ മേ ബി നമ്മളുടെ നിസ്കാരമൊന്നും അത്ര ശ്രദ്ധിച്ച് നിസ്കരിക്കുന്നുണ്ടാവില്ല. സോ നമ്മളുടെ ആത്മാവ് അതിനെ ക്രേവ് ചെയ്യുന്നുണ്ടാവും, എപ്പോഴും അതിനു വേണ്ടി കൊതിക്കുന്നുണ്ടാവും. മേ ബി അതുകൊണ്ടായിരിക്കും നമ്മൾ എത്ര മാറാൻ നോക്കിയിട്ടും നമുക്ക് മാറാൻ സാധിക്കാത്തത്. സോ ഫസ്റ്റ് ടിപ്പാണ്, നമ്മൾ ആദ്യം നമ്മളുടെ നിസ്കാരം ശരിയാക്കി എടുക്കുക എന്നുള്ളത്. നിങ്ങൾ എത്ര വിഷമത്തിലാണെങ്കിലും എത്ര ബ്രോക്കൻഡ് ആണെങ്കിലും നിസ്കാരത്തെ നിങ്ങൾ വിടാതിരിക്കുക. അതൊരു കയറാണ്, അതിനെ നമ്മൾ പിടിവിടാതിരിക്കുക. നമ്മളതിനെ വിട്ടാൽ നമ്മൾ വീഴും. സോ നമ്മൾ നിസ്കാരം അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലോകം നഷ്ടമാവും, നമ്മളുടെ ആഖിറവും നഷ്ടമാവും. നമ്മൾ ആക്ച്വലി അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ എത്ര തകർന്നിട്ടായാലും എത്ര വിഷമത്തിലാണെങ്കിലും നമ്മൾ അവിടെ ഷോ അപ്പ് ചെയ്യുക, നമ്മൾ അവിടെ പ്രസൻ്റ് ആവുക, നമ്മൾ നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ഇതൊക്കെ നമ്മൾ ചെയ്യുക. ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് ചെയ്യാതെ നമ്മൾ മറ്റ് പല മാർഗങ്ങളുണ്ടാവുമല്ലോ സന്തോഷം കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ സമാധാനം കണ്ടെത്താൻ വേണ്ടി. അവിടെ നമ്മളുടെ സന്തോഷം അല്ലെങ്കിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വീണ്ടും അവിടെ നഷ്ടപ്പെട്ടവരെ പോലെ ആവും. കാരണം നമ്മൾക്ക് അള്ളാഹുവിൽ നിന്ന് മാത്രമേ ആ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സമാധാനം നമ്മൾക്ക് ലഭിക്കുള്ളൂ. ഈ ഒരു ജീവിതം നമുക്ക് എത്രത്തോളം വിഷമമായാലും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നെക്സ്റ്റ് ലൈഫുണ്ട്, നമ്മൾക്ക് പ്രതീക്ഷയായിട്ട്, നമുക്ക് ആഖിറമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അത്രയും പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തായാലും ഒരു പേർപ്പസ് ഉണ്ടാവും, അതിലൊരു ഉദ്ദേശം ഉണ്ടാവും. സോ ഇസ്ലാമിൽ നമ്മൾ ജസ്റ്റ് അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രം ഒന്നും ആകുന്നില്ല, നമ്മൾക്ക് അതിനനുസരിച്ചുള്ള പരീക്ഷണങ്ങളുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, അതായത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു എന്നിട്ട് നമ്മൾ പരീക്ഷിക്കപ്പെടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? സോ നമ്മൾ ഈ ഒരു ദുനിയാവിൽ ഒരുപാട് പ്രതീക്ഷകളൊന്നും നമ്മൾ കൊടുക്കണ്ട. നമ്മളൊരു യാത്രക്കാരനാണ്, നമ്മളിവിടെ കുറച്ച് നാൾ മാത്രമേ ജീവിക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളുടെ യഥാർത്ഥ ലോകത്തേക്ക്, നമ്മളുടെ റബ്ബിൻ്റെ അടുക്കിലേക്ക് നമ്മളെല്ലാവരും തിരിച്ചു മടങ്ങുന്നതായിരിക്കും. ഈ ഒരു ലോകം ഒന്നുമല്ല, പക്ഷെ വെറും ഒരു എൻജോയ്മെൻ്റ് ആണ്. ഇത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതാണ്. മേ ബി നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾക്ക് നഷ്ടപ്പെട്ടതും അത് കാരണമായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിൽ കയറുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റ് ആരാണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല, പക്ഷേ സ്റ്റിൽ നമ്മൾ വിശ്വസിക്കും. സോ അതുപോലെ നമ്മളുടെ ലൈഫ് എങ്ങോട്ടാണ്, എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊന്നും നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളുടെ ലൈഫ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.